ഹലോ ഗൈസ്, ഞാൻ അഞ്ജന നായർ. ഞാൻ വീണ്ടും ഇതുപോലൊരു ലൈവിൽ വരാനായിട്ടുള്ള കാരണം, നിങ്ങൾക്കറിയാം നമ്മുടെ നഴ്സുമാരുടെ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 4-ാം തീയതി തുടങ്ങിയതാണ്. ഇപ്പോഴും നമ്മുടെ മാലാഖമാർ സമരമുഖത്തിൽ തന്നെയാണ് നിലകൊള്ളുന്നത്. അതിനിടയിൽ നഴ്സുമാരെ കയ്യേറ്റം ചെയ്യുന്നതായിട്ടും അവരുടെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നതായിട്ടും ഹോസ്റ്റലിൽ നിന്ന് ഇറക്കിവിടുന്നതായിട്ടും കുറേ ന്യൂസുകൾ നമ്മുടെ മീഡിയയിൽ കണ്ടിരുന്നു. ഇതിനെക്കുറിച്ചൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇത്രയും മാന്യമായിട്ടുള്ളൊരു സമരം, സാധാരണ നിലയിൽ നമുക്ക് എന്ത് പോരാട്ടം വേണമെങ്കിലും സംഘടിപ്പിക്കാം. പക്ഷെ ഇത്രയും മാന്യമായിട്ടുള്ളൊരു സമരത്തിന് എതിരെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്, അതായത് കുറച്ചുടമകൾ എല്ലാവരും കൂടി ഒരു ഹർജി ഫയൽ ചെയ്യുകയാണ് നഴ്സുമാർക്കെതിരെ. അതിൽ അവർ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എസ്മ വരെ ഉത്തരവായിട്ട് ഇറക്കാനായിട്ടാണ്, നിയമം നിലവിൽ വരുത്താനാണ് അവർ പറയുന്നത്. എന്താണ് എസ്മ എന്ന് എല്ലാവർക്കും അറിയുമെന്ന് എനിക്കറിയില്ല. എൻ്റെ കുറച്ച് അറിവുകൾ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ ദൈനംദിന ജീവിതത്തിന്, സാധാരണക്കാരൻ്റെ ദൈനംദിന ജീവിതത്തിൽ ഗതാഗതം, വെള്ളം, ആശുപത്രി സേവനങ്ങൾ, ഇതെല്ലാം എന്തെങ്കിലും തടസ്സമാവുന്ന രീതിയിൽ ഒരു സമരം വരുമ്പോൾ സർക്കാരുകൾ, കേന്ദ്ര സർക്കാരോ കേരള സർക്കാരോ ഒരു നിയമം ഇറക്കുകയാണ്. അങ്ങനെ ഒരു നിയമം വന്നു കഴിഞ്ഞാൽ ഈ സമരത്തിന് ഇരിക്കുന്ന ആൾക്കാർക്ക് തിരിച്ചു ജോലിക്ക് കയറേണ്ടതായിട്ട് വരാം, അല്ലെങ്കിൽ ഇവർക്കെതിരെ നിയമ നടപടികൾ വരെ എടുക്കാം. അപ്പോൾ നമ്മുടെ പ്രൈവറ്റ് ആശുപത്രികൾ ഇത്രയും നാള് നഴ്സസ് ഡെഡിക്കേറ്റഡ് ആയിട്ട് ജോലി ചെയ്ത് ഇവരുടെ ബിൽഡിങ് ഫ്രണ്ടിൽ ഒരെണ്ണം, സൈഡിൽ ഒരെണ്ണം, പുറത്തൊരെണ്ണം, അങ്ങനെ അവർക്ക് ഉണ്ടാക്കാൻ തക്ക രീതിയിൽ നഴ്സസ് സഹായിച്ചിട്ട്, അതായത് ഒരു ഭാഗമായിട്ട്, അതായത് മൊത്തം ടേൺ ഓവറിന്റെ ഒരു അംശമെങ്കിലും നഴ്സസിന്റെ ഒരു ഡെഡിക്കേഷൻ അതിൽ കാണും. അങ്ങനെ അവർ ഏൺ ചെയ്തിട്ടുള്ളതിന്റെ ഒരു ഭാഗവാക്കായിട്ടുള്ള നമ്മുടെ നഴ്സുമാർക്കെതിരെ എസ്മ വരെ നിലവിൽ വരുത്താനാണ് അവർ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു നാണം കെട്ട ടീമുകൾ? ഞാൻ പറയുന്നത്, എനിക്ക് ശരിക്കും റിയാക്ട് ചെയ്യാനായിട്ട് എനിക്ക് ഇതിനെക്കുറിച്ച് കുറച്ച് അറിവുകൾ ശേഖരിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വരാമെന്നാണ് ഞാൻ കരുതിയത്. അതായത് 40,000 രൂപ തുച്ഛമായ ശമ്പളം ബേസിക് ആയിട്ട് ഇവർക്ക് കൊടുക്കാൻ പറ്റില്ല. ഞാനൊക്കെ 6,000 രൂപയ്ക്കാണ് അന്ന് അവരെന്നെ ട്രെയിൻ ആയിട്ടെടുക്കാമെന്ന് പറഞ്ഞിരുന്നത്. കണ്ടോ, ഒരു 5 കൊല്ലം മുമ്പ് വരെ. പിന്നെ ഞാൻ അവിടെ കയറാണ്ട് ഞാൻ വേറൊരു ഹോസ്പിറ്റലിൽ കയറിയപ്പോൾ അത് 15,100 മാറി. പിന്നെ നമ്മുടെ സംഘടന നേടിത്തന്ന, UNA സംഘടന നേടിത്തന്ന അലവൻസ് ആണ് എനിക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷയായിട്ട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. വളരെ തുച്ഛമായ ഒരു എമൗണ്ട് ആണ് അത്. ഇനിയിപ്പോൾ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇപ്പോൾ ഉള്ള വില നിലവാരം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലോണം അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ പ്രൈവറ്റ് ആശുപത്രികളിൽ ഒരാൾ അഡ്മിറ്റ് ആവുകയാണെങ്കിൽ, ഞാനടക്കം ഞാൻ ഈ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ അഡ്മിറ്റ് ആയിട്ട് എനിക്ക് വന്ന തുക 30,000 രൂപയാണ്. അതായത് ഒരാളിൽ നിന്ന് OP ടിക്കറ്റ് മുതൽ നിങ്ങളുടെ ഡിസ്ചാർജ് വരെ നിങ്ങൾക്ക് എത്ര രൂപ വരും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതിന് വേറൊരു കാരണം നമ്മുടെ സർക്കാർ, ഗവൺമെൻറ് ആശുപത്രികളുടെ ശോചനീയ അവസ്ഥ ആയിരിക്കാം. പക്ഷേ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പം ഇവർ ഇത്രയും ടേൺ ഓവർ ഉണ്ടാക്കുമ്പോൾ അതിൽ നഴ്സിംഗ് കെയർ എന്ന് പറഞ്ഞിട്ട് ഒരു കോളമുണ്ട്. നിങ്ങൾ കൊടുക്കുന്ന കെയറിന് വാങ്ങിക്കുന്ന ഒരു എമൗണ്ട്, അത് പോലും ഒരു സാലറി രൂപത്തിൽ നമുക്ക് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മളത് പ്രക്ഷോഭത്തിലേക്ക് തന്നെയല്ലേ പോകേണ്ടത്. എന്നിട്ടും നമ്മുടെ സംഘടന അത് അനുവദിക്കാതെ വളരെ മാന്യമായ രീതിയിൽ കളക്ടറേറ്റുകളുടെ മുമ്പിൽ ധർണയും, അങ്ങനെ രോഗികൾക്ക്, ആശുപത്രികളിലേക്ക് വരുന്ന രോഗികൾക്ക് ഒരു തടസ്സവും ആവാത്ത രീതിയിൽ നല്ല മാന്യമായ രീതിയിൽ സമരം ചെയ്യുമ്പോൾ ഇവർ ഇത്ര അധികം ഹർജിയിൽ പ്രകോപനം, നഴ്സുമാർക്ക് പ്രകോപനങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലാണ് അവർ ഹർജിയിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. മൊത്തം സാലറി തരാനും പറ്റത്തില്ല. പിന്നെ നമുക്ക് വേണ്ട നമ്മുടെ ന്യായങ്ങൾ കേൾക്കാൻ പോലും, ചർച്ചയ്ക്ക് പോലും വരാത്ത ആശുപത്രി അധികൃതരുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ അവർക്ക് ഡെയിലി വേജസിന് വരെ ഇപ്പോൾ സ്റ്റാഫിന് അവർ എടുക്കുന്നുണ്ട് പല ഹോസ്പിറ്റലുകളിലും. അപ്പോൾ അവരൊരു ഡെയിലി വേജായിട്ട് കൊടുക്കുന്നത് 2,000 രൂപയാണ്. അതിലവർക്ക് കൊടുക്കാനായിട്ട് കുഴപ്പമില്ല, അവരാഗ്രഹിക്കുന്ന രീതിയിൽ. പിന്നെ വേറെ തരത്തിലും നമ്മൾ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു ലെവലിലേക്ക് അവർ പ്രചാരണങ്ങൾ ഇറക്കുന്നുണ്ട്. പക്ഷെ അതും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷേ ഈ എസ്മ എന്നുള്ളത് ശരിക്കും രോഗികളുടെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ആണ്, ഒരിക്കലും നഴ്സുമാരല്ല. കാരണം നമ്മൾ നോട്ടീസ് കൊടുത്തതിന് ശേഷം നമ്മൾ 4-ാം തീയതി തൊട്ട് അടിയന്തര ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ നമ്മൾ സ്റ്റാഫിനെ അലോട്ട് ചെയ്തിട്ടാണ് നമ്മുടെ സമരം തുടർന്നു പോയിരുന്നത്. പിന്നെ എങ്ങനെ നമ്മൾ ഒരിക്കലും ഒരു രോഗീനെ ബാധിക്കുന്ന ലെവലിലേക്ക് നമ്മുടെ സമരം എത്തിച്ചിട്ടില്ല. പിന്നെ ഇപ്പോൾ നമ്മൾ സമ്പൂർണ്ണ പണിമുടക്കിന് ആഹ്വാനം ചെയ്യാനുള്ള കാരണം പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും വരാത്ത സാഹചര്യത്തിലാണ്. പക്ഷേ പിന്നെയും കൂടുതൽ സന്തോഷം എന്താ വെച്ചാൽ കുറച്ച് പേരെങ്കിലും അത് അംഗീകരിച്ച് ഇപ്പോൾ മാന്യമായ രീതിയിൽ ഇപ്പോൾ നഴ്സസ് ജോലിക്ക് കയറിയിട്ടുണ്ട് പലയിടത്തും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മുടെ നഴ്സുമാരെ പിന്തുണച്ചിട്ട് ഇപ്പോൾ ഇന്നലെയൊക്കെ കണ്ട വീഡിയോസിൽ നമ്മുടെ തൊഴിലാളി സമൂഹം, നമ്മുടെ ഓട്ടോ ചേട്ടന്മാരാണ് സമരം ചെയ്യാനായിട്ട് മുന്നിലോട്ട് വന്നു. ഓരോ പാർട്ടികളും, നമുക്കറിയാം UNA ഇപ്പോൾ ഒരു പാർട്ടിയായിട്ടും പാർട്ടിയുടെയും കീഴിൽ നിൽക്കുന്ന ഒരു സംഘടനയല്ല.
പ്രത്യേകിച്ച് നമ്മുടെ നേതാവ് ഒരു പാർട്ടിയിലും ഒരു ഇതിലും മത്സരിക്കാത്ത ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അദ്ദേഹം മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. അത് അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകളിൽ നിന്ന് വ്യക്തമാണ്. എന്നിട്ട് പോലും എല്ലാ സംഘടനകളും നമുക്ക് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണ്, പ്രത്യേകിച്ച് തൊഴിലാളി സമൂഹം. ഗൈസ്, അപ്പോൾ ഇനിയൊരു ലൈവിൽ ഞാൻ വരുന്നത് ഞങ്ങളുടെ സമരം വിജയിച്ചു എന്ന് പറയാനായിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം നമ്മളെ നയിക്കുന്ന ഒരു നേതൃത്വം, നമ്മുടെ UNA എന്നുള്ളൊരു സംഘടന എനിക്കും എൻ്റെ സഹപ്രവർത്തകർക്കും ഒപ്പം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഈ സമരം വിജയിക്കും. അത്രയും ഡെഡിക്കേറ്റഡായി വർക്ക് ചെയ്യുന്നവരാണ് ഓരോ നഴ്സുമാരും. ഞാനടക്കുന്ന എൻ്റെ സഹപ്രവർത്തകരെല്ലാവരും. എനിക്കും എൻ്റെ സഹപ്രവർത്തകർക്കും തുല്യ നീതി ലഭിക്കും. കാരണം നമുക്ക് സപ്പോർട്ടായിട്ടുള്ള UNA എന്ന ഒരു സംഘടനയുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കോർപ്പറേറ്റ് മാഫിയകളുടെ ഒരു റിലേഷൻ, ആ ഒരു ബന്ധം നിങ്ങളിൽ വലിയ തോതിൽ നിങ്ങളൊരു സ്വാധീനം ചെലുത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഫിനാൻഷ്യൽ മൈൻഡ്, ഇപ്പോൾ ആതുര സേവനം എന്നത് ഇന്നൊക്കെ വിട്ട് ഹോസ്പിറ്റലുകളിലൊക്കെ ഏൺ ചെയ്യുക എന്നുള്ള ഒരു മൈൻഡിലേക്ക് എത്തിയിട്ടാണ്. അതിൽ നിന്ന് വിട്ടുമാറി ഓരോ മനുഷ്യരായിട്ടെങ്കിലും നഴ്സുമാരെ കാണാൻ ശ്രമിക്കുക, ചർച്ചയ്ക്ക് സന്നദ്ധരാകുക. അല്ലാതെ ഈ എസ്മ പോലുള്ളത് ഹൈക്കോടതിയിൽ ഹർജിയിൽ വയ്ക്കുക, നഴ്സുമാരെ പിരിച്ചുവിടാൻ ശ്രമിക്കുക, നഴ്സുമാർക്കെതിരെ കയ്യേറ്റം ചെയ്യുക, അതേപോലെ പല പ്രതിഷേധങ്ങളും നമ്മൾ കണ്ടു. പക്ഷേ എന്താണ് അതിന് തക്ക ഒരു പരിഹാരമായിട്ട് നമ്മൾ ചെയ്തതെന്നുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എന്തായാലും ഒരുപാട് സപ്പോർട്ട്, ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു വന്ന എല്ലാ സംഘടനകൾക്കും ഓരോ വ്യക്തികൾക്കും എൻ്റെ ഒരു ആദരവ് ഞാൻ അറിയിക്കുകയാണ്. പിന്നെ എൻ്റെ സംഘടനയിലെ നേതാക്കളോട് ഒരു പ്രശ്നം വരുമ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് അവർ. അപ്പോൾ അവർ എന്ന് പറയുന്ന ഒരു ഓരോരുത്തർക്കും, ജാസ്മിൻ ഷാ തൊട്ട് നമ്മുടെ ഓരോ സംഘടന കേരള സംസ്ഥാന അംഗങ്ങൾക്കും UNAയുടെ അംഗങ്ങൾക്കും ഞാൻ എൻ്റെ അഭിവാദ്യങ്ങൾ അറിയിക്കുകയാണ്. എന്തായാലും നമുക്ക് കാണാം ഇനി മുന്നോട്ട് എന്താകും എന്നുള്ളത്. ഓക്കെ, ഇനി സമരം വിജയിച്ചു എന്ന് പറയാനായിട്ടായിരിക്കും ഞാൻ ലൈവിൽ വരിക. അതുവരെ കാണും വരെ ജയ് ജയ് UNA.